അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റമളാനിലെ 29-ാം നോമ്പിലാണ് നാം എല്ലാവരും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇതുവരെ നിർവഹിച്ചു വന്ന നമ്മുടെ അമലുകൾ സ്വീകരിക്കട്ടെ. വിശുദ്ധമായ റമളാനിൻ്റെ തുടക്കം മുതൽക്ക് നമ്മൾ തറാവീഹ് നിസ്കരിച്ചു. 28 നോമ്പുകൾ പൂർത്തീകരിച്ച് 29-ാമത്തെ നോമ്പിലാണ്. പരിശുദ്ധമായ ഖുർആൻ പാരായണം, ദിക്റുകൾ ഒക്കെ നമ്മൾ അധികരിപ്പിച്ചു. എല്ലാ അമാലുകൾക്കും വണ്ണമായ വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നോമ്പ് 29ആണ്. ഇന്ന് പിറ കണ്ടാൽ ഇൻഷാ അല്ലാഹ് നാളെ ഈദുൽ ഫിത്റാണ്, ചെറിയ പെരുന്നാളാണ്. ചെറിയ പെരുന്നാൾ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ, ഈദുൽ ഫിത്ർ കടന്നു വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചെറിയ പെരുന്നാൾ ദിനത്തിൽ മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തിക്കേണ്ടതായ, അനുഷ്ഠിക്കേണ്ടതായ പല കർമ്മങ്ങളുണ്ട്. പെരുന്നാൾ നിസ്കാരം, തക്ബീറുകൾ അധികരിപ്പിക്കുക, അതുപോലെ തന്നെ ഫിത്ർ സക്കാത്ത് തുടങ്ങിയ ഒട്ടനവധി അമലുകളാണ് ചെറിയ പെരുന്നാൾ ദിനത്തിൽ നമുക്ക് പ്രവർത്തിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് സൂചിപ്പിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ വളരെ അനിവാര്യമായ കാര്യമാണ്. ഇബാദത്തുകൾ അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടാതെ കൃത്യമായി അനുഷ്ഠിക്കുമ്പോൾ മാത്രമാണ് നാം ചെയ്യുന്ന അമലുകൾക്ക് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. ചെറിയ പെരുന്നാൾ ദിനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് സക്കാത്തുൽ ഫിത്ർ എന്നുള്ളത്. ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ 5-ാമത്തെ കാര്യമാണ് സക്കാത്ത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സക്കാത്ത് 2 വിഭാഗമുണ്ട്. ഒന്ന് ധനത്തിൻ്റെ സക്കാത്താണ്. അതിനെക്കുറിച്ചല്ല പ്രിയമുള്ളവരെ നമ്മളിന്ന് പറയുന്നത്, മറിച്ച് സക്കാത്തുൽ ഫിത്റിനെ കുറിച്ചാണ്, അഥവാ തടിയുടെ ശരീരത്തിൻ്റെ സക്കാത്തിനെ കുറിച്ചാണ്. സക്കാത്തുൽ ഫിത്ർ എന്നതിന് പേര് ലഭിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് ഉലമാക്കൾ പറയുന്നത്, നോമ്പിൻ്റെ പര്യവസാനത്തോടുകൂടി, ഇഫ്താറോടുകൂടി, ഫിത്രോടു കൂടിയാണ് ഈ അമല് നിർബന്ധമാകുന്നത്. അതുകൊണ്ടാണ് ഈ സക്കാത്തിന് സക്കാത്തുൽ ഫിത്ർ എന്ന് പേര് വന്നത് എന്ന് ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. സക്കാത്തുൽ ഫിത്റിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസുണ്ട്. ആ ഹദീസിൽ ഇപ്രകാരമാണുള്ളത്: അലാ കുല്ലി മുസ്ലിമിൻ ഫളിൻ അൻ കൂത്തിഹി വ കൂത്തിമൻ യകൂത്തുഹു യൗമൽ ഫിത്രി. പെരുന്നാൾ ദിവസത്തിൽ ഒരാൾ തൻ്റെയും തനിക്ക് ചിലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും അവരെ ചിലവ് കഴിഞ്ഞ് മിച്ചമുള്ള എല്ലാ മുസ്ലിമീങ്ങളും ഫിത്ർ സക്കാത്ത് കൊടുക്കൽ അനിവാര്യമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അത് സാഉം മിമ്മ യുക്താത്തു, കൊടുക്കേണ്ടത് അവരുടെ നാട്ടിലെ ഏറ്റവും മുഖ്യമായ ആഹാരത്തിൽ നിന്നുമാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. മറ്റൊരു ഹദീസിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച മറ്റൊരു ഹദീസിലുള്ളത്, ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്രി. ഫിത്ർ സക്കാത്തിനെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫറലാക്കിയിരിക്കുന്നു. അത് നൽകേണ്ട സാഅം മിൻ തംറിൻ, തംറിൽ നിന്ന് ഒരു സാഅാണ് നൽകേണ്ടത്. ഔ സാഅം മിൻ ഷഈർ, അല്ലെങ്കിൽ തൊലിക്കോതമ്പിൽ നിന്നും ഒരു സാഅാണ് നൽകേണ്ടത്. അലൽ അബ്ദി, അടിമയുടെ മേൽ നിർബന്ധമാണ്. അടിമ എന്ന് പറഞ്ഞാൽ അവരുടെ യജമാനൻ്റെ മേൽ നിർബന്ധമാണ് എന്നാണ് അതിന് വ്യാഖ്യാനമെന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. വൽ ഹുരി, സ്വതന്ത്രനായ വ്യക്തിയുടെ മേലും, വദക്കരി, പുരുഷൻ്റെ മേലും, വൽ ഉൻസ, സ്ത്രീയുടെ മേലും,
വസ്വഗീരി ചെറിയ കുട്ടിയുടെ മേലും വൽ കബീരി മുതിർന്നവരുടെ മേലും അൽ മുസ്ലിമീന മുസ്ലിമീങ്ങളായിട്ടുള്ള എല്ലാവരുടെ മേലും ഫിത്റു സക്കാത്ത് നിർബന്ധമാക്കിയിരിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മാത്രമല്ല ആ ഫിത്റു സക്കാത്ത് വ അമറ ബിഹ അൻ തുഅദ്ദു അതിനെ നൽകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചു. ഖബല ഖുറൂജിൻ നാസി ഇല സ്വലാത്തി നിസ്കാരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഫിത്റു സക്കാത്ത് കൊടുത്തു വിടണമെന്നും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചുവെന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. സക്കാത്തുൽ ഫിത്റിൻ്റെ വിധി വാജിബാണ്, നിർബന്ധമാണ്. അത് ഷാഫിഈ മദ്ഹബിലോ ഹനഫി മദ്ഹബിലോ ഒന്നും വ്യത്യാസമില്ല. എല്ലാ മദ്ഹബിലും ഫിത്റു സക്കാത്ത് എന്ന കർമ്മം നിർബന്ധമാണ്. പെരുന്നാൾ നിസ്കാരം ഷാഫിഈ മദ്ഹബിൽ സുന്നത്താണെങ്കിലും ഷാഫി മദ്ഹബ് പ്രകാരം ഫിത്റു സക്കാത്ത് നൽകൽ നിർബന്ധമായ അമലാകുന്നു. രണ്ട് കാര്യങ്ങളാണ് ഫിത്റു സക്കാത്ത് നിർബന്ധമാക്കിയതിൻ്റെ ലക്ഷ്യമായി പ്രിയമുള്ളവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യമെന്നത് ഒരു നോമ്പുകാരനായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ റമളാനിലെ 29 നോമ്പാകാം, അല്ലെങ്കിൽ 30 നോമ്പാകാം. പിറ കാണുന്നതനുസരിച്ചാണല്ലോ നമ്മൾ നോമ്പ് പിടിക്കുന്നതും നോമ്പ് മുറിച്ച് പെരുന്നാൾ ആഘോഷിക്കുന്നതും. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുമുള്ളത്. പിറ കണ്ടാൽ നിങ്ങൾ നോമ്പ് പിടിക്കുക, പിറ കണ്ടില്ല എങ്കിൽ നിങ്ങൾ 30 പൂർത്തീകരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസാണ്. പിറ കണ്ടില്ല എന്ന് വന്നാൽ പിറയില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. മേഘാവൃതമായിട്ട് പിറ കാണാൻ സാധിക്കാതെ വന്നാൽ നിങ്ങൾ 30 പൂർത്തീകരിച്ച് നിങ്ങൾ നോമ്പ് പെരുന്നാൾ ആഘോഷിക്കുക. 29-ന് പിറ കണ്ടാൽ വഅഫ്തിറു നിങ്ങൾ നോമ്പ് മുറിച്ച് നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ആ നിലയിൽ ഈദുൽ ഫിത്ർ, ആ ഈദുൽ ഫിത്റിൻ്റെ നോമ്പ് കട്ട് ചെയ്യണട്ടാ കേട്ടോ, ആ പോഷമായി ശരി. അപ്പോൾ പരിശുദ്ധമായ റമളാനിൻ്റെ 1 മുതൽക്ക് 29 നോമ്പ് അല്ലെങ്കിൽ 30 നോമ്പ് വരുന്നു. ഈ നോമ്പുകൾക്കിടയിലുണ്ടാകുന്ന ഒരുപാട് കുറവുകൾ നമുക്കുണ്ടാകാം, വീഴ്ചകൾ വന്നിട്ടുണ്ടാകാം. തുഹുറുസിയാമി നോമ്പിനെ ശുദ്ധീകരിക്കുക എന്നാണ്. മിനൽ ലഗ്വി വറഫത്തി നോമ്പുകാരൻ്റെ നാവിൽ നിന്നും ലൈംഗിക ചൊവ്വകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംസാരങ്ങളും മറ്റ് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. അതുപോലെ പാഴ് സംസാരങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടാകാം. ഈ വന്നുപോയ കുറവുകളെ മുഴുവൻ പരിഹരിക്കുക, ശുദ്ധീകരിക്കുക എന്നതാണ് ഫിത്റു സക്കാത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ ലക്ഷ്യമായി പറഞ്ഞത് മിസ്കീന്മാരായ ആളുകളുടെ ഭക്ഷണമെന്നാണ്. അഥവാ പെരുന്നാൾ ദിവസത്തിൽ ഒരു വീട്ടിൽ പോലും തീ പുകയാത്ത, പട്ടിണി കിടക്കുന്ന, ദാരിദ്ര്യമുള്ള ഒരു വീടും ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും സന്തോഷത്തിലായിരിക്കണം. എല്ലാവരുടെ മുഖത്തും ചിരിച്ച മുഖമുണ്ടാകണം. ചിരിച്ച മുഖമില്ലാത്ത ഒരാളും ഉണ്ടാകാൻ പാടില്ല. കരച്ചിലിൻ്റെയും സങ്കടത്തിൻ്റെയും പട്ടിണിയുടെയും എല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി സന്തോഷത്തിൻ്റെ ദിനമാണ് പെരുന്നാൾ ദിനം. അതുകൊണ്ട് ഒരാളുടെ വീട്ടിലും പട്ടിണി ഉണ്ടാകാതിരിക്കുക എന്ന ലക്ഷ്യമാണ് ഫിത്റു സക്കാത്തിനെ നിർബന്ധമാക്കിയത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മഹാനായ ഇമാം വക്കീഅ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, ഇസ്ലാമിൽ ഫിത്റു സക്കാത്തിനെ നിർബന്ധമാക്കിയതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഇപ്രകാരം ഒരു ന്യായം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഫിത്റു സക്കാത്ത് എന്ന് പറയുന്നത് നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിലെ സഹവിൻ്റെ സുജൂദ് പോലെയാകുന്നു. സഹവിൻ്റെ സുജൂദിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. നിസ്കാരത്തിൽ മറവി സംഭവിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തോ കാരണത്താൽ നിസ്കാരത്തിൽ കുറവുകൾ വന്നു കഴിഞ്ഞാൽ ആ വന്ന കുറവുകളെ പരിഹരിക്കുവാൻ വേണ്ടിയുള്ളതാണ് സഹവിൻ്റെ സുജൂദ് എന്നുള്ളത്. ആ സഹവിൻ്റെ സുജൂദിൻ്റെ സ്ഥാനത്താണ് ഫിത്റു സക്കാത്ത് എന്ന് മഹാനായ ഇമാം വക്കീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. വക്കീഅ റളിയല്ലാഹു അൻഹു ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ഗുരുനാഥനാണ്. ആ ഗുരുനാഥനായ ഇമാം വക്കീഅ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫിത്റു സക്കാത്ത് എന്ന് പറയുന്ന കർമ്മം അത് സഹവിൻ്റെ സുജൂദിൻ്റെ സ്ഥാനത്താകുന്നു. നോമ്പിൽ വന്ന പോരായ്മകളും കുറവുകളും പരിഹരിക്കുന്നത്
ഫിത്ർ സക്കാത്ത് കൊണ്ടാണ് എന്ന് മഹാനായ ഇമാം വക്കീ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി. ആ നിലയിൽ ഫിത്ർ സക്കാത്തിന് വലിയ പ്രാധാന്യമുണ്ട്, മഹത്വമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹദീസിലുള്ളത് ആകാശഭൂമികൾക്കിടയിൽ നോമ്പിനെ അല്ലാഹു തആല തടഞ്ഞു വെക്കുമെന്നാണ്. അവൻ ഫിത്ർ സക്കാത്ത് കൊടുത്തു വീടുമ്പോൾ മാത്രമേ അവൻ്റെ ഫിത്ർ സക്കാത്തിനെ ആകാശത്തിൽ നിന്നും ഉയർത്തപ്പെടുകയുള്ളൂ. അതുവരേക്കും അവൻ്റെ നോമ്പിനെ തടഞ്ഞു വയ്ക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ നിലയിൽ ഫിത്ർ സക്കാത്ത് നിർബന്ധമായ ആളുകൾ ആരൊക്കെയാണോ അവരെല്ലാവരും ഫിത്ർ സക്കാത്ത് കൊടുത്തു വീട് നിർബന്ധമാണ്. അത് നിർബന്ധമാകുന്ന സമയത്തെക്കുറിച്ച് കൃത്യമായി നമ്മുടെ ഫിഖഹിൻ്റെ കിതാബുകൾ പറഞ്ഞിട്ടുണ്ട്. പെരുന്നാളിലെ ശവ്വാൽ പിറ കണ്ടത് മുതൽക്കാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത്. ഏറ്റവും അത് കൊടുക്കൽ ശ്രേഷ്ഠമായ സമയമെന്നുള്ളത് നിസ്കാര സ്ഥലത്തേക്ക് പോകുന്ന അഥവാ മസ്ജിദിലേക്കോ നിസ്കാര സ്ഥലത്തേക്കോ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കലാണ് ഏറ്റവും നല്ലത് എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. വേണമെങ്കിൽ എന്തോ ചില ആവശ്യങ്ങളെ കൊണ്ട് അടുത്ത ബന്ധുക്കൾ വരുവാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ട് എങ്കിൽ ഫിത്ർ സക്കാത്ത് നിസ്കാരം കഴിഞ്ഞ് പിന്തിപ്പിക്കൽ കൊണ്ട് കുഴപ്പമില്ല എന്നും, എന്നാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ അത് കൊടുത്തു വീടൽ നിർബന്ധമാണ് എന്ന് ഉലമാക്കൾ പറഞ്ഞിരിക്കുന്നു. കഴിവുണ്ടായിട്ടും പെരുന്നാൾ ദിനത്തിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കാതെ പിന്തിപ്പിച്ച് മാറ്റിവെക്കൽ അത് ഹറാമായ കാര്യമാകുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ശവ്വാൽ പിറ കണ്ടത് മുതൽക്കാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. ആർക്കാണ് കൊടുക്കൽ നിർബന്ധമാകുന്നത്? സാമ്പത്തിക ശേഷിയുള്ളത് എന്ന് പറയുമ്പോൾ പെരുന്നാൾ ദിവസത്തിൽ കഴിഞ്ഞുകൂടാൻ ഒരാൾക്കും അദ്ദേഹത്തിൻ്റെ ചിലവിൽ കഴിഞ്ഞുകൂടുന്ന ആളുകൾ, ഭാര്യ ഉണ്ടാകാം, മക്കളുണ്ടാകാം, ഉമ്മയുണ്ടാകാം, ഉപ്പയുണ്ടാകാം, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുകൂടുന്ന ആളുകൾ ആരൊക്കെയാണോ അവരുടെ ആ പെരുന്നാൾ ദിനത്തിലെ രാപ്പകലിലെ ചെലവ് കഴിഞ്ഞ് മിച്ചം ബാലൻസ് ഉള്ള ആളുകൾ സ്വന്തം ശരീരത്തിനും തനിക്ക് ചിലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്ക് വേണ്ടി സക്കാത്ത് കൊടുക്കൽ, ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ചിലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾ, അപ്പോൾ ഭാര്യ ഉണ്ടാകാം, മക്കളുണ്ടാകാം, വലിയ ഉമ്മയുണ്ടാകാം, വാപ്പയുണ്ടാകാം, ചിലപ്പോൾ വല്യാപ്പയുണ്ടാകാം, ഒക്കെ ഉണ്ടാകാം. അവർക്കൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ആ ഫിത്ർ സക്കാത്തിൻ്റെ അളവ് കൃത്യമായി നമ്മുടെ കിതാബുകൾ പറഞ്ഞിട്ടുണ്ട്. ഒരു സാ ആണ് നൽകേണ്ടത്. ഒരു സാ എന്ന് പറഞ്ഞാൽ 4 മുദ്ദ് കൂടിച്ചേരുന്നതാണ്. ഇതെല്ലാം ഒരു അറബി കണക്കുകളാണ്. സാധാരണയായി നമ്മുടെ നാടുകളിൽ പരമ്പരാഗതമായി കൊടുത്തു വരുന്ന ഒരു അളവുണ്ട്. 2,400 ആകാം, അല്ലെങ്കിൽ 2,600 ആകാം. പല നിലയിലുമുള്ള വീഡിയോ മറ്റ് കാര്യങ്ങൾ യൂട്യൂബിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് 3 കിലോയിലേക്ക് അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എന്നാലും നമുക്ക് നമ്മുടെ നാടുകളിൽ, നമ്മുടെ മഹല്ലുകളിൽ പരമ്പരാഗതമായി ചെയ്തു വരുന്ന ഒരു കാര്യമുണ്ട്, ഫിത്ർ സക്കാത്തിൻ്റെ അളവ്. ആ അളവാണ് നമ്മൾ കൊടുക്കേണ്ടത്. മറ്റുള്ളതിലേക്കൊന്നും നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. പല അളവിൻ്റെ പാത്രങ്ങളൊക്കെയായിട്ട് ഇന്ന് പല ആളുകളും രംഗത്ത് വന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ മുൻഗാമികളായ ആളുകൾ എത്ര അളവാണോ നമ്മുടെ ഫിത്ർ സക്കാത്തായി കൊടുത്തു വന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അതങ്ങനെ തുടർന്ന് പോയാൽ മതി. അത് ചിലപ്പോൾ 2,400 ആകാം, ചിലപ്പോൾ 2,600 ആകാം. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ സാധ്യതയില്ല. അപ്പം ആ നിലയിൽ ആ അളവാണ് കൊടുത്തു വിടേണ്ടത്. അത് ഒരു സാ ആണ് കൊടുക്കേണ്ടത്. കൃത്യമായി അത് കൊടുക്കുക, നിർവഹിക്കുക. വിതരണം ചെയ്യേണ്ടത് മിസ്കീന്മാരായ ആളുകൾക്ക്, നമ്മുടെ നാട്ടിലെ മിസ്കീന്മാരായ ഫുഖറാക്കളായ ആളുകൾക്കാണ് ഫിത്ർ സക്കാത്ത് വിതരണം ചെയ്യേണ്ടത്. ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു നിയമം കൂടി നമ്മൾ അറിയേണ്ടത്, ഫിത്ർ സക്കാത്ത് അത് നമ്മുടെ ഫിഖഹിൽ ഷാഫി മദ്ഹബ് പ്രകാരം അത് നാട്ടിലെ സാധാരണ ഏറ്റവും മുന്തിയ ആഹാരം ഏതാണോ ആ ആഹാരം തന്നെയാണ് കൊടുക്കേണ്ടത്. അതിൻ്റെ പൈസ കൊടുത്താൽ മതിയാവുകയില്ല. എന്നാൽ ഹനഫി മദ്ഹബിൽ പൈസയും കൊടുക്കൽ അനുവദനീയമാണ് എന്ന്, അതിൻ്റെ ഖീമത്ത്, അതിൻ്റെ വില കൊടുക്കൽ അനുവദനീയമാണ് എന്നുണ്ട്. അപ്പോൾ ഹനഫികളായ ആളുകളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് സാ കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ, പൈസയാണ് കൊടുക്കാൻ കഴിയുന്നെങ്കിൽ അതിൻ്റെ കൃത്യമായ അളവ് മനസ്സിലാക്കിയിട്ട്, കാരക്കയുടെ ഒക്കെ അളവ് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ആ അളവിൻ്റെ പൈസ കൊടുത്താലും മതിയാകുമെന്നുള്ളതാണ് ഹനഫി മദ്ഹബിലുള്ളത്. ഷാഫി മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം
അത് അതിൻ്റെ വിലയാണ്, കൊടുക്കാൻ പറ്റുകയില്ല. എന്താണോ നാട്ടിലെ മുഖ്യമായ ആഹാരം തന്നെയാണ് കൊടുക്കേണ്ടത്. നമ്മുടെ നാട്ടിലൊക്കെ അരിയാണ് കൊടുക്കുക, അപ്പോൾ അരി തന്നെ കൊടുക്കൽ നിർബന്ധമാണ്. ആ നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഫിത്ർ സക്കാത്ത് നല്ല നിലയിൽ നടത്താൻ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നോമ്പിൽ വന്ന പോരായ്മകളെ പരിഹരിക്കാനുള്ള മാർഗ്ഗമാണ് ഫിത്ർ സക്കാത്ത് എന്നുള്ളത്. കൃത്യമായി അത് നിർബന്ധമായ ആളുകൾ നിർവഹിക്കണമെന്ന് ഉണർത്തുന്നു. അതുപോലെ തന്നെ പെരുന്നാൾ ദിനത്തിൽ ചെയ്യേണ്ട മറ്റൊരു കർമ്മമാണ് കുളിക്കൽ. സുന്നത്താണ്. സുഗന്ധം പൂശൽ, ഏറ്റവും നല്ല വസ്ത്രം ധരിക്കൽ, തക്ബീർ ചൊല്ലൽ, ഇതൊക്കെ സുന്നത്തായ അമലുകളാണ്. ഈ അമലുകളുടെ കൂട്ടത്തിൽ പെരുന്നാൾ ദിനത്തിൻ്റെ പ്രത്യേകമായ അമലാണ് ഫിത്ർ സക്കാത്ത് പോലെ പെരുന്നാൾ നിസ്കാരം. ഇത് ചെറിയ പെരുന്നാൾ നിസ്കാരമായതുകൊണ്ട് ഈദുൽ ഫിത്ർ നിസ്കാരമാണ്. ഷാഫിഈ മദ്ഹബിൽ ഈദുൽ ഫിത്ർ നിസ്കാരം സുന്നത്തും ഹനഫി മദ്ഹബിൽ ഈദുൽ ഫിത്ർ നിസ്കാരം വാജിബായ കാര്യവുമാണ്. 2 റക്അത്ത് എന്ന കാര്യത്തിൽ ഈക്വലാണെങ്കിലും പെരുന്നാൾ നിസ്കാരത്തിൻ്റെ പ്രത്യേകത അതിൽ അധികരിച്ചു വരുന്ന തക്ബീറുകളാണ്. ഷാഫി മദ്ഹബുകാരായ ആളുകളുടെ നിസ്കാരം ഇപ്രകാരമാണ്: 2 റക്അത്ത് ചെറിയ പെരുന്നാൾ നിസ്കാരം, 2 റക്അത്ത് നിസ്കാരം ഞാൻ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നു അല്ലെങ്കിൽ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്നു എന്നാണല്ലോ നിയ്യത്ത് ചെയ്യേണ്ടത്. നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈകെട്ടുക. കൈകെട്ടിയതിന് ശേഷം വജ്ജഹത്തു ഓതുക. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയതിന് ശേഷം വജ്ജഹത്തു ഓതുക. വജ്ജഹത്തു വജ്ഹിയ ലില്ലദി ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ഇതാണ് വജ്ജഹത്തു. വജ്ജഹത്തു കഴിഞ്ഞതിന് ശേഷം അധികരിച്ച 7 തക്ബീറുകളാണ് ചൊല്ലേണ്ടത്. ഫാത്തിഹ പാരായണം ചെയ്യുന്നതിന് മുമ്പ്, അഊദുവും പാരായണം ചെയ്യുന്നതിന് മുമ്പ് 7 തക്ബീറുകൾ ചൊല്ലണം. ഓരോ തക്ബീറുകൾക്കിടയിലും കൈകൾ ഉയർത്തി കെട്ടണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഈ തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് തസ്ബീഹ് ചൊല്ലൽ സുന്നത്താണ്. അപ്പോൾ ഒന്നാമത്തെ തക്ബീർ അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലൽ സുന്നത്താണ്. ഈ തക്ബീറുകൾ നിസ്കാരത്തിൻ്റെ അബാലു സുന്നത്തിൽ പെട്ടതല്ല, ഫർളിൽ പെട്ടതല്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് എണ്ണം കൂടിപ്പോകാൻ സാധ്യതയുണ്ട്, എണ്ണം കുറയാനും സാധ്യതയുണ്ട്. വിരലുകളിൽ എണ്ണം പിടിച്ചാൽ മതിയാകുന്നതാണ്. കൂടിപ്പോയി എന്നതുകൊണ്ട് നിസ്കാരത്തിനെ ബാധിക്കുന്നതല്ല, കുറഞ്ഞു പോയി എന്നതുകൊണ്ട് നിസ്കാരത്തിനെ ബാധിക്കുന്നതല്ല. സഹവിൻ്റെ സുജൂദ് മറന്നുപോയി ചൊല്ലിയില്ല, തക്ബീർ ചൊല്ലിയില്ല, അതിൻ്റെ കാരണത്താൽ നിസ്കാരത്തിൻ്റെ അവസാനത്തിൽ ഈ തക്ബീർ മറന്നുപോയ കാരണത്താൽ സഹവിൻ്റെ സുജൂദും ചെയ്യേണ്ടതില്ല. അപ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ അധികരിച്ച 7 തക്ബീറുകൾ, 7 തക്ബീറുകൾക്ക് ശേഷം അഊദു ഓതി ബിസ്മി ചൊല്ലി സൂറത്തുൽ ഫാത്തിഹ പൂർത്തീകരിച്ചതിന് ശേഷം സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അറിയാമെങ്കിൽ ചൊല്ലുക, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരു സൂറത്ത് ഓതുക. റുക്കൂ ഇഅ്തിദാൽ ചെയ്ത് ഒന്നാമത്തെ റക്അത്ത് പൂർത്തിയാക്കി 2ാമത്തെ റക്അത്തിലേക്ക് വന്ന് ആദ്യത്തെ റക്അത്തിൽ നമ്മൾ നിർവഹിച്ചതുപോലെ തന്നെ ഫാത്തിഹ പാരായണം ചെയ്യുന്നതിന് മുമ്പ് 5 തക്ബീറുകൾ ചൊല്ലുക. അല്ലാഹു അക്ബർ. അവിടെയും ഓരോ തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലൽ സുന്നത്താണ്. 5 തക്ബീറുകൾ ചൊല്ലിക്കഴിഞ്ഞ് ഫാത്തിഹയും സൂറത്തും ഓതി റുക്കുവും ഇഅ്തിദാലും ചെയ്ത് 2 സുജൂദിനിടയിലുള്ള ഇരുത്തം, അവസാനത്തെ അത്തഹിയ്യാത്ത് ഓതി സലാം വീട്ടുന്നതാണ് ചെറിയ പെരുന്നാൾ നിസ്കാരത്തിലെ ഷാഫി മദ്ഹബിലെ ചുരുങ്ങിയ രൂപം. ആ നിലയിലാണ് ഷാഫി മദ്ഹബുകാരായ ആളുകൾ പെരുന്നാൾ നിസ്കരിക്കേണ്ടത്. ഹനഫി മദ്ഹബുകാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ നിസ്കാരം അവർക്ക് വാജിബാണ്, നിർബന്ധമാണ്. ഉസല്ലി സുന്നത്തുൽ ഈദി ഹനഫി കിതാബിൽ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ നിയ്യത്തിൻ്റെ രൂപം ഇപ്രകാരമാണ് എഴുതിയിട്ട് നൂറുൽ ഇലാഹ് പോലെയുള്ള കിതാബുകളൊക്കെ നോക്കിയാൽ ഇങ്ങനെ കാണാം: ഉസല്ലി സുന്നത്തുൽ ഈദി, ഈദ് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന്. ഇമാമിനെ പിന്തുടർന്ന് മാൽ ഇമാമി എന്നും കൂടി കരുതണമെന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ തക്ബീർ ചൊല്ലിയിട്ട് ഷാഫി മദ്ഹബിൽ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നതിന് മുമ്പ് 7 തക്ബീറുകളാണെങ്കിൽ ഹനഫികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആകെയുള്ളത് 6 തക്ബീറുകളാണ്.
ഷാഫി മദ്ഹബിലെ 7ഉം 5ഉം 12 തക്ബീറുകൾ 2 റക്അത്തിൽ വരുമ്പോൾ ഹനഫി മദ്ഹബുകാരായ ആളുകൾക്ക് 2 റക്അത്തിലും കൂടി 6 തക്ബീറുകളാണ് അധികരിച്ച തക്ബീറുകൾ ഉള്ളത്. ഒന്നാമത്തെ റക്അത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞ് നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക. ശേഷം അവിടെ സനാ ആണ് പാരായണം ചെയ്യുന്നത്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക വതബാറകസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക എന്ന സനാ പാരായണം ചെയ്യുക. സനാ പാരായണം ചെയ്തതിനു ശേഷം ഇമാമും മഅ്മൂമും അധികരിച്ച 3 തക്ബീറുകൾ ചൊല്ലണം. അല്ലാഹു അക്ബർ കൈകൾ ഉയർത്തി താഴ്ത്തി ഇടുകയാണ് ചെയ്യേണ്ടത്. ഷാഫി മദ്ഹബുകാർ കെട്ടുകയാണെങ്കിൽ ഹനഫി മദ്ഹബുകാരായ ആളുകൾ കൈകൾ ഉയർത്തിയിട്ട് താഴ്ത്തി ഇടുകയാണ് ചെയ്യുന്നത്. ഈ 3 തക്ബീറുകൾക്കിടയിൽ ഒരു വയസ്കുത്തു ഓരോ തക്ബീറുകൾക്കിടയിലും മിഖ്ദാറ സലാത്ത് തക്ബീറാത്തിൻ 3 തക്ബീറുകൾ ചൊല്ലുന്ന സമയം നിശബ്ദമാകണമെന്നുണ്ട്. അപ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ താത്തിയിട്ടതിന് ശേഷം അല്ലാതെ ഒരു 3 തക്ബീറുകൾ ചൊല്ലുന്ന അത്രയും സമയം നിശബ്ദമായി സംസാരിക്കാതെ ഇരിക്കുക എന്നുള്ളതുണ്ട്. പ്രത്യേകമായ ദിക്റുകളൊന്നും ഇവിടെ സുന്നത്തില്ലെങ്കിൽ തന്നെയും നമ്മുടെ ഹനഫി കിതാബിൽ കാണാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നു പറയൽ നല്ലതാണ്, ഔലയാണ് എന്ന് ഹനഫി ഫിഖഹിൻ്റെ കിതാബുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നതിന് മുമ്പാണ് ഈ 3 തക്ബീറുകൾ ചൊല്ലേണ്ടത്. തക്ബീറുകൾ ചൊല്ലി ഫാത്തിഹ ഓതി സൂറത്ത് ഓതി റുക്വ ഇഅ്തിദാൽ കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിലേക്ക് വന്നാൽ ആദ്യം ഫാത്തിഹയും സൂറത്തും ഓതിയിട്ട് പിന്നീട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധികരിച്ച 3 തക്ബീറുകൾ ചൊല്ലുക. ആ തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ഈ തക്ബീറുകൾക്കിടയിലുള്ള 3 തക്ബീറിൻ്റെ സമയം ഓരോ തക്ബീറുകൾക്കിടയിൽ കൊടുക്കേണ്ടതുമുണ്ട്. അതിനുശേഷം റുക്ഉ ചെയ്യുക, ഇഅ്തിദാൽ ചെയ്യുക, സുജൂദ് ചെയ്യുക, സലാം വീട്ടുന്ന രീതിയാണ്. ഇനി ഹനഫി മദ്ഹബിൽ തന്നെ ഒരാൾ രണ്ടാമത്തെ റക്അത്തിലേക്ക് ഉയർന്നു വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഈ അധികരിച്ച് തക്ബീർ ചൊല്ലിയാൽ അതിൻ്റെ പേര് യാതൊരു കുഴപ്പമില്ല, ആ നിസ്കാരം സ്വഹീഹാകുന്ന ശരിയാകുന്നതുമാണ് എന്നും നമ്മുടെ ഹനഫി കിതാബിൽ കാണാൻ കഴിയുന്നു. ആ നിലയിൽ ഇതാണ് ഹനഫി മദ്ഹബിലെ നിസ്കാരത്തിൻ്റെ രൂപം, തുടക്കത്തിലെ ഷാഫി മദ്ഹബിലെ നിസ്കാരത്തിൻ്റെ രൂപവും സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പെരുന്നാൾ നിസ്കാരത്തിൽ ഒരു വഴിയിലൂടെ പോയിട്ട് മറ്റൊരു വഴിയിലൂടെ തിരിഞ്ഞു വരിക, സുഗന്ധം ഉപയോഗിക്കുക, അതുപോലെ തന്നെ സ്വതക്കകൾ അധികരിപ്പിക്കുക. ഇതെല്ലാം പെരുന്നാൾ ദിവസത്തിൽ സുന്നത്തായ അമലുകളാണ്. ഈ നിലയിൽ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ അമലുകൾ കൃത്യമായി നിർവഹിക്കുക, ഫിത്ർ സക്കാത്ത് കൊടുക്കുക, പെരുന്നാൾ നിസ്കാരങ്ങൾ എല്ലാവരും നിർവഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഇബാദത്തുകളും സ്വീകരിക്കട്ടെ. പരിശുദ്ധമായ റമളാൻ പൊരുത്തപ്പെടുന്നവർ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല അമലുകൾ ചെയ്ത് പരിശുദ്ധമായ റമളാനിന് ശേഷം റമളാനിൽ എങ്ങനെയാണോ നമ്മൾ കഴിഞ്ഞുകൂടിയത് അതുപോലെ തന്നെ റമളാനിൽ കഴിഞ്ഞുകൂടുവാൻ, റമളാന് ശേഷവും കഴിഞ്ഞുകൂടുവാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.